രൂത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു വാചകമാണ് ദൈവാത്മാ പ്രേരിതമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വാചകം ഇങ്ങനെയാണ്. രൂത്ത് തൻ്റെ മരുമക്കളോട് പറയുന്ന വാക്കാണ്. മരുമക്കളെ, നിങ്ങൾ താന്താങ്ങളുടെ അമ്മയുടെ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുവീൻ. രൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒത്തിരി തിക്തമായ അനുഭവങ്ങളും വേദനകളുമൊക്കെ നിറഞ്ഞ ഒരു പുസ്തകം. പ്രാരംഭ അധ്യായങ്ങൾ. മോവാബ് ദേശത്തേക്ക് വന്നിട്ട് ഏകദേശം 10 വർഷം ആകുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു. ആ ആൺമക്കളുടെ 2 ഭാര്യമാർ നവോമിയും രൂത്തും. അവരുമായിട്ട് ബേത്ലഹേമിൽ കേട്ട നല്ല വാർത്ത, അത് കേട്ടിട്ട് തിരിച്ച് ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകാൻ നവോമി ഒരുങ്ങുകയാണ്. ആ യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പ് നവോമി തൻ്റെ മരുമക്കളോട് പറയുന്ന വാചകമാണിത്. നിങ്ങൾ താന്താങ്ങളുടെ അമ്മയുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. ആ ഒരു വാചകം നവോമി പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൾ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ, യഹൂദ കാഴ്ചപ്പാടനുസരിച്ച് അവൾ പറയേണ്ടിയിരുന്നത് താന്താങ്ങളുടെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്നാണ്. യഹൂദ ആചാര്യ മര്യാദ അതാണ്. അക്കാലത്തെയും ഇക്കാലത്തെയും ഒക്കെ സമ്പ്രദായ രീതികളും അതുതന്നെയാണല്ലോ. എന്നാൽ അത് പറയാതെ ഇനി വാക്യം 10 നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഭവനത്തിൽ വിശ്രാമം ലഭിക്കട്ടെ എന്ന് ഒരു പ്രത്യാശ, നല്ലൊരു ആഗ്രഹം, നല്ലൊരു ആശംസ ആ മാതാവ് നൽകുന്നു. എന്നാൽ ഭർത്താവിൻ്റെ ഭവനത്തിൽ വിശ്രാമം പ്രാപിക്കും അതിനേക്കാൾ മുമ്പ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിനകത്ത് അവർ പോകണമെന്ന്, അവർ എത്തണമെന്ന് നവോമി ആഗ്രഹിക്കുന്നത് അവരവരുടെ അമ്മയുടെ ഭവനത്തിലാണ്. എന്താണ് അമ്മയുടെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുവീനെന്ന് പറഞ്ഞത്? ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിനകത്ത്, ഇപ്പോഴത്തെ ഈ മനോവേദനയ്ക്കകത്ത്, ഇപ്പോഴത്തെ ഈ നൊമ്പരത്തിനകത്ത്, ഇപ്പോഴത്തെ ഈ നഷ്ടത്തിനകത്ത് അതിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും ആ വേദനയെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാനും കഴിയുന്നത് അമ്മയ്ക്ക് മാത്രമാണ് എന്ന് നവോമി എന്ന് പറയുന്ന അമ്മയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അമ്മയുടെ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞത്. പ്രിയരെ, ചില സമയങ്ങളിൽ ഇത്തരത്തിൽ നൊമ്പരം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആളുകളെ ദൈവം നമ്മുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവിടെ ഒരു അപ്പൻ്റെ ഹൃദയത്തിലേക്കോ ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്കോ അല്ല, മറിച്ച് ഒരമ്മയുടെ ഹൃദയത്തിലേക്ക് മാറണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ചിലരെ ദൈവം ഈ വർഷം നിങ്ങളുടെ അടുക്കൽ ആശ്വാസത്തിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി ചേർത്ത് പിടിക്കാൻ വിടുമെന്ന് പറഞ്ഞാൽ അതൊരു നിയോഗമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഒരമ്മയുടെ അമ്മയുടെ ഹൃദയത്തോടെ ഇതുപോലെ നൊമ്പരം അനുഭവിക്കുന്ന ചിലരെ ചേർത്ത് പിടിക്കാനുള്ളൊരു നിയോഗം ദൈവം നിങ്ങൾക്ക് കൈമാറുന്നു. ഇനിയും ആ ഭാഗത്തുനിന്ന് ദൈവം മനസ്സിലാക്കി തന്ന ഒരു വെളിപ്പാടൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഈ ഒരു അമ്മയുടെ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന നവോമി രൂത്തിനോടും ഓർപ്പയോടും പറയുമ്പോൾ ഓർപ്പ ആ സന്ദേശത്തോട് ചേർന്ന് നിന്ന് യാത്ര തിരിക്കുന്നു. എന്നാൽ ആ അമ്മയുടെ ഭവനം യഥാർത്ഥമായിട്ട് രൂത്ത് കണ്ടത് നവോമിയിലാണ്. ചേർത്ത് പിടിക്കുന്ന ഒരമ്മയുടെ ഹൃദയം യഥാർത്ഥമായിട്ട് കണ്ടത്, രൂത്ത് കണ്ടത് നവോമിയിലാണ്. അതുകൊണ്ട് തന്നെ രൂത്ത് നവോമിയോട് പറയുന്ന കാര്യമുണ്ട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും. കാരണം യഥാർത്ഥ അമ്മയുടെ സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ നവോമിയിൽ രൂത്ത് കണ്ടെത്തി. ഇനി അതുകൊണ്ട് തന്നെ അതിനുശേഷം അവൾ പറയുന്നൊരു വാചകമുണ്ട്, നീ പോകുന്നിടത്ത് എവിടെയും ഞാൻ പോകും. അടുത്തത്, നിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം. അപ്പം ഈ വിധത്തിലൊരു അമ്മയുടെ ഹൃദയത്തിൻ്റെ മനോഭാവത്തോടെ, ആ ഒരു സ്നേഹത്തോടെ, വാത്സല്യത്തോടെ രൂത്തിനെ ചേർത്ത് പിടിക്കാൻ നവോമി കാണിച്ച ആ ഒരു നല്ല ഹൃദയം, ഒരമ്മയുടെ ഹൃദയം, അത് കേവലം രൂത്തിന് ആ സമയത്തേക്കൊരാശ്വാസം മാത്രമല്ല, നവോമി വിശ്വസിക്കുന്ന ദൈവത്തിങ്കലേക്ക് അവളെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്മയുടെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്ന ചിലർ നമ്മളോടടുക്കുമ്പോൾ തന്നെ
നാം വിശ്വസിക്കുന്ന, നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവത്തിങ്കലേക്കും വരാനുള്ള ഒരു വലിയ സാധ്യതയാണ്, നിയോഗമാണ് അത്. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ നടുവിലൊരു അമ്മയെപ്പോലെ ഇടപെട്ടു, നിങ്ങളോട് ഞാൻ അത്തരത്തിൽ വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെ ഞാൻ നിങ്ങൾക്ക് നൽകി. അപ്പോൾ ഒരമ്മയുടെ ഹൃദയത്തോട് ഒരു കുഞ്ഞ് ചേർന്നിരിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിനെ അമ്മ തൻ്റെ ഹൃദയത്തോട് ചേർത്തിരിക്കുന്നത് പോലെ ചിലരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അവരുടെ അകത്ത് അസാധാരണമായ ആത്മവളർച്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അമ്മയെപ്പോലെ നമുക്ക് ചിലരെ അവരുടെ ദുഃഖങ്ങളിൽ ചേർത്ത് പിടിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. അങ്ങനെ ചേർത്ത് പിടിച്ചാൽ, ഈ നവോമി രൂത്തിനെ ആ വിധത്തിൽ ചേർത്ത് പിടിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം ഞാൻ പറയാം. അവളിൽ നിന്നാണ് ദാവീദ് രാജാവിൻ്റെ പിതാവ് രൂപപ്പെട്ടത്. അവിടുന്നാണ് ദാവീദ് രാജാവ് രൂപപ്പെട്ടത്. ഇനിയും മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി ചരിത്രം രേഖപ്പെടുത്തി വരുമ്പോൾ, പാരമ്പര്യം യേശുക്രിസ്തുവിൻ്റെ വംശാവലി എഴുതുമ്പോൾ അതിനകത്ത് രൂത്തിൻ്റെ പേര് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ആത്മീക വളർച്ച ഈ അമ്മയുടെ ഹൃദയത്തോടെ നവോമി രൂത്തിനെ ചേർത്ത് പിടിച്ചപ്പോൾ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നാം ഒരമ്മയുടെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്ന ചിലർ നമ്മോട് ചേർന്നിരിക്കുന്നതോടൊപ്പം അവരുടെ വേദനകൾ ആ സമയത്ത് ഒപ്പുന്നതിനോടൊപ്പം അവരിൽ അസാധാരണമായ ആത്മവളർച്ചകൾ ദൈവം ചെയ്യുന്ന സമയം കൂടി ആയിരിക്കും. അങ്ങനത്തെ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. അങ്ങനൊരു നിയോഗം കർത്താവിൽ നമുക്ക് പ്രാപിക്കാം. അമ്മയുടെ ഹൃദയത്തോട് ഒരു കുഞ്ഞ് ചേർന്നിരിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിനെ അമ്മ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരു അമ്മയുടെ ഹൃദയവും വാത്സല്യവും കരുതലുമൊക്കെ ചിലർക്ക് നൽകാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോമോൻസ് ക്രിയക്കുമളി. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.